അതെ, നമുക്കോ നമുക്കിഷ്ടപ്പെട്ട ആർക്കെങ്കിലോ നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലോ വരാതിരിക്കട്ടെ, എന്നാലും ഒരു ഡെഡ്ലി ഡിസീസാണ് അല്ല ഒരു ക്യാൻസർ ആണെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഒന്നും ചെയ്യണ്ട, ഇതേപോലെ ചിരിച്ചുകൊണ്ട് അങ്ങ് ഫേസ് ചെയ്തേക്കാം. എന്താ കാരണം എന്നറിയോ? നമ്മളൊക്കെ താഴേക്ക് വരുമ്പോൾ മുകളിലുള്ള ഒരാൾ പുള്ളി നമ്മുടെ ജീവിതത്തിൻ്റെ കഥയും തിരക്കഥയും എല്ലാം എഴുതിയിട്ട് വിട്ടിട്ടുണ്ടാവുക. നമ്മൾ ജസ്റ്റ് ഈ കഥ അറിയേണ്ട ആട്ടം കണ്ടു പറയില്ലേ, അതുതന്നെയാണ് പുള്ളിയുടെ സ്റ്റേജിലുള്ള ആക്ടേഴ്സ് മാത്രമാണ് നമ്മൾ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റോള് നമ്മൾ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാം. പിന്നെ അതിലൊരു ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ സിനിമയും നാടകമൊക്കെ കാണില്ലേ, അത് കാണുമ്പോൾ അതിൽ ഈ മമ്മൂട്ടി, മോഹൻലാൽ, മഞ്ജു വാര്യരൊക്കെ എന്താ ചെയ്യുന്നത്, ലീഡിങ് റോൾസാണ് അവർ എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ദൈവം അങ്ങനെ എന്താ പറയുക സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ടായിരിക്കും ഈ പുള്ളിക്കാരൻ സെലക്ട് ചെയ്ത് നമുക്കിത് തന്നിരിക്കുന്നത്. അപ്പോൾ ആ പുള്ളിയുടെ വിശ്വാസം കളയണ്ടാന്നേ, നമുക്കതങ്ങ് ഭംഗിയായിട്ടങ്ങ് ചെയ്തേക്കുക. അതങ്ങ് എന്താ പറയുക, അതൊക്കെ ഓക്കെ ആയിക്കോളും. ഒരിക്കലും ഈ ക്യാൻസർ എന്ന് പറയുന്ന ഒരു അധ്യായം മാത്രമാണ്, ഒരു ബോൾ സ്റ്റോറിയല്ല നമ്മുടെ ജീവിതത്തിൻ്റെ. ജസ്റ്റ് ഒരു അധ്യായം. അത് പേജുകൾ മറിയുന്തോറും അതിങ്ങനെ എന്താ പറയുക വിസ്മൃതിയിലാവും, മറ്റു പുതിയ പുതിയ കഥകൾ വരും. അപ്പോൾ അതൊന്നും കാര്യമാക്കണ്ട. പിന്നെ ഒരു രഹസ്യം ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ ഈ ക്യാൻസർ എന്ന് പറഞ്ഞ കക്ഷി ഉണ്ടല്ലോ, ഈ ആളെ നമ്മൾ ഒട്ടും വില കൽപ്പിക്കരുത്. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അയ്യോ എനിക്ക് ക്യാൻസർ ആണല്ലോ, ഞാൻ എന്ത് ചെയ്യും, അവിടെ എവിടെയെങ്കിലും വേദന വരുമ്പോൾ ക്യാൻസർ ആണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നുണ്ടല്ലോ, ഈ കക്ഷിയുടെ ഒരു സ്വഭാവം വെച്ച് ആൾ കുറച്ചങ്ങ് അഗ്രസീവ് ആവും. അപ്പോൾ ആൾക്ക് തോന്നും ഇത്തിരി ലക്ഷം ചാടയൊക്കെ കൂടും. അപ്പോൾ ചെന്ന് ചുമ്മാ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കും. നമ്മളെ എന്താ പറയുക അങ്ങ് മറന്നേക്കണമെന്നേ, അതവിടെ എവിടെയെങ്കിലും നോട്ടെ. ഇഷ്ടമില്ലാത്ത ഈ ആൾക്കാരൊക്കെ നമ്മുടെ വീട്ടിൽ പണ്ടൊക്കെ വരുന്നവരും നമ്മൾ എന്താ ചെയ്യുക, നമ്മളവിടെ ആടിപ്പാടി കളിച്ചുകൊണ്ട് നടക്കും. ഈ ആൾക്കാരവിടെ നിന്നോളും, കുറേ കഴിയുമ്പോൾ നമുക്ക് പൊക്കോളും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാൽ മതി. ആളൊരിക്കലും നമ്മൾ ഒരു മെയിൻ ക്യാരക്ടറായിട്ടൊന്നും നമ്മൾ ചിന്തിക്കുകയേ ചെയ്യരുത്. ചിന്തിച്ച് കഴിയുമ്പോൾ പുള്ളിക്കാരൻ ചാട കൂടും. അപ്പോൾ പുള്ളി ഇങ്ങനെ എന്തോ മനസ്സിലായില്ലേ, അതാണ് കാര്യം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അതിപ്പോൾ എന്താ പറയുക ക്യാൻസർ തന്നെ ആവണമെന്നില്ല. അതിപ്പോൾ ഒരു ജസ്റ്റ് എന്താ പറയണത്, എന്താണെങ്കിലും നമ്മൾ ഇങ്ങനെ സങ്കടപ്പെട്ട് വൈ മീ എന്നല്ല ചോദിക്കേണ്ടത്, ട്രൈ മീ. ഒന്ന് ട്രൈ ചെയ്തിട്ട് പൊക്കോട്ടെ എന്ന് അവരെന്താ പറയുക. അപ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾ എന്താ പറയണത് ഒരു റോങ് പേഴ്സണായിട്ടാണ് അവർ കോർക്കാൻ നോക്കിയതെന്ന്. പിന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മമാരാണെങ്കിലും എന്താ പറയുക സ്ത്രീകളൊക്കെ അമ്മമാരായിരിക്കുമല്ലേ. അപ്പോൾ ഒരു ലേബർ പെയിനോളം ഒന്നുമില്ല വേദനകൾ അല്ലേ. അത് ജെൻസ് ആണെങ്കിൽ തന്നെ നമുക്കൊരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക എന്ത് വന്നാലും നമ്മൾ പെയിനില്ല, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ലേശം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടിയെന്നിരിക്കും, അതൊക്കെ നമ്മളെ കൊണ്ടങ്ങ് സർവൈവ് ചെയ്യാൻ പറ്റും. പിന്നെന്താ പറയുക, ക്യാൻസറിനെക്കാട്ടും ഒരുപാട് വലിയ ഡെഡ്ലി ഡിസീസുകളുണ്ട്. അതായത് ഒരു ഹാർട്ട് ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, പെട്ടെന്ന് നമ്മുടെ ഓർമ്മയില്ലാണ്ടായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക അല്ലേ. അതൊക്കെ ഒരു ഭീകരാവസ്ഥയാണ്. നമ്മുടെ കണ്ണ് കണ്ടുണ്ടായാലും എന്താ ചെയ്യുക അല്ലേ. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക കിഡ്നി പ്രോബ്ലം ഫെയിലിയറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയാലിസിസ് ചെയ്തിട്ട് വേണം ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇതെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഹാർഡ്ലി ഒരു 1 ഇയർ അത് കഴിയുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഓക്കെ ആവും. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുന്നത് റിയോക്കറൻസ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ അതൊക്കെ നമ്മളൊന്ന് സൂക്ഷിച്ചാൽ മതി. പിന്നെ ഈ പറഞ്ഞതെല്ലാം അങ്ങ് വിട്ട് കൊടുത്തേരെ, വരുന്ന പോലെ വരട്ടെ. നമ്മളതെങ്ങനെ ചിരിച്ചുകൊണ്ടങ്ങ് ഫേസ് ചെയ്തേക്കാം. അതല്ലേ നമ്മളെ കൊണ്ട് പറ്റൂലേ. അപ്പോൾ എന്താ തളർന്നു പോകരുത്. നമ്മളെ ഇങ്ങനെ അങ്ങ് മനസ്സിൽ വിചാരിച്ചേക്കുക, എന്താ പറയുക കൊല്ലാൻ പറ്റും പക്ഷെ തോപ്പിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ മതി, എല്ലാം ഓക്കെ ആവുന്നേ.